समीक्षकारी विषयेष्वसक्त दाता सम सत्यपर क्षमावानाप्तो बसेवी च भवत्यरोग ശിരോരോഗങ്ങൾ ഏത് കാലാവസ്ഥയിലും എപ്പോഴും ആർക്കും വരാവുന്നതാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദനയുടെ സുഖം അനുഭവിക്കാത്തവർ വിരളമായിരിക്കും. മനുഷ്യരെ ബാധിക്കുന്ന അസുഖങ്ങളിൽ പ്രഥമ സ്ഥാനം തലവേദനയ്ക്ക് തന്നെ. നടുവേദനയ്ക്ക് പോലും 2ാം സ്ഥാനമാണ് ഉള്ളത്. ആയുർവേദ ശാസ്ത്രത്തിൽ ശിരസിനെ ഉത്തമാംഗമായി പരിഗണിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശിരസിൻ്റെ പരിചരണവും ശിരസിനെ ബാധിക്കുന്ന അസുഖങ്ങൾക്കും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ആയുർവേദ ശാസ്ത്രത്തിൽ ശിരസിനെ നേരിട്ട് ആശ്രയിക്കുന്ന രോഗങ്ങളായ ശിരശൂല, അതായത് പലതരം തലവേദനകൾ, അർദ്ധാവഭേദകം, അതായത് മൈഗ്രെയിൻ അഥവാ ചിന്നിക്കുത്ത്, സൂര്യാവർത്തം, അതായത് ഫ്രോണ്ടൽ സൈനസൈറ്റിസ് മുതലായ 10ഓളം അസുഖങ്ങളും കപാലത്തെ ആശ്രയിച്ച്, അതായത് തലയോട്ടിയെ ആശ്രയിച്ച് ഉണ്ടാകുന്ന അസുഖങ്ങളായ ഇന്ദ്രലുപ്തം, അതായത് അലോപേഷ്യ, പലിതം നെര, കലിതം കഷണ്ടി, ധരണകം ഡാൻഡ്രഫ് മുതലായ 9 രോഗങ്ങളും വിശദീകരിച്ച് കാണുന്നു. വർഷക്കാലത്തുണ്ടാകുന്ന ശിരോരോഗങ്ങളിൽ പലതരം തലവേദനകൾ, ചെവിക്കുണ്ടാകുന്ന വേദന, പഴുപ്പ്, ജലദോഷം മുതലായവ ഉൾപ്പെടുന്നു. തലവേദനയെ ചുരുക്കത്തിൽ 2ആയി തിരിക്കാം. സ്വതന്ത്രമായ തലവേദനയെന്നും അനുബന്ധമായ തലവേദനയെന്നും. സ്വതന്ത്രമായ തലവേദനകളിൽ ദീർഘകാല അനുബന്ധിത്വം ഉണ്ടാവാറില്ല. അധിക സമയം വെയിൽ കൊള്ളുക, മഴ കൊള്ളുക, മഞ്ഞ് കൊള്ളുക, ഉറക്കെ സംസാരിക്കുക, തണുത്ത ഭക്ഷണങ്ങൾ, ഐസ്ക്രീം പോലുള്ള സാധനങ്ങൾ ധാരാളം കഴിക്കുക, പുകയേൽക്കുക, പകലുറങ്ങുക, ഉറക്കമൊഴിക്കുക, അധികം ഉറങ്ങുക, മാനസിക പിരിമുറുക്കം, കരയുക, കരച്ചിലിനെ തടഞ്ഞു നിർത്തുക, വേഗരോധം മുതലായവയാണ്. പുകവലി, മദ്യപാനം മുതലായവയും ഇതിലുൾപ്പെടുന്നു. വർഷക്കാലത്ത് തണുപ്പ് മാറ്റാനെന്ന പേരിൽ ധാരാളം പുകവലിയും മദ്യപാനവും ശീലിക്കുന്നവർ ആദ്യം തലവേദനയും പിന്നീട് മാരകമായ അസുഖങ്ങളിലേക്കും ചെന്നെത്താറുണ്ട്. അനുബന്ധമായ തലവേദനകൾ മറ്റെന്തെങ്കിലും അസുഖങ്ങളുടെ ലക്ഷണമായി കാണപ്പെടുന്നു. പനി, മലബന്ധം, ദഹനക്കേട്, ഷിസോഫ്രേനിയ എന്ന ഉന്മാദം, ഇൻസോംനിയ അതായത് നിദ്രാനാശം, പലതരം ബ്രെയിൻ ട്യൂമറുകൾ, അർബുദം, BP അതായത് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, നാസാരോഗങ്ങൾ, മുഖരോഗങ്ങൾ, കർണരോഗങ്ങൾ, ജിഹ്വാരോഗങ്ങൾ മുതലായവയിൽ അനുബന്ധമായി തലവേദന കാണപ്പെടാറുണ്ട്. അനുബന്ധമായ തലവേദന ഉണ്ടാകുമ്പോൾ കൂടുതലായി മോഡേൺ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യേണ്ടതായി വരും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബ്ലഡ് എക്സാമിനേഷൻ, CT സ്കാൻ, NMR സ്കാൻ, സെറിബ്രൽ ആൻജിയോഗ്രഫി, എക്സ്റേ മുതലായ ആധുനിക പരിശോധന ഉപാധികൾ ഉപയോഗിച്ച് രോഗകാരണം കണ്ടെത്തി ചികിത്സിക്കുന്നതാണ് ഉത്തമം. ശിരസിനെ നേരിട്ട് ആശ്രയിക്കുന്ന തലവേദനകളിൽ പ്രാധാന്യം മൈഗ്രെയിന് തന്നെ. പ്രത്യേകിച്ച് യുവാക്കളിലും മുതിർന്നവരിലും മാനസിക പിരിമുറുക്കം കൊണ്ടും
ചിട്ടയില്ലാത്ത ഭക്ഷണക്രമം കൊണ്ടും, അതായത് അധികമായി ഫാറ്റി ഫുഡ്സ്, കൊഴുപ്പ് നിറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുക, ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, വളരെ തണുത്ത ആഹാരങ്ങൾ കഴിക്കുക, ചോക്ലേറ്റ്സ് മുതലായവയുടെ അധിക ഉപയോഗം മുതലായ കാരണങ്ങൾ കൊണ്ട് മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് ഉണ്ടാകുന്നു. സ്ത്രീകളുടെ ആർത്തവ സമയത്തുണ്ടാകുന്ന ഹോർമോണുകളുടെ വ്യതിയാന നിമിത്തവും ചെന്നിക്കുത്ത് ഉണ്ടാവാറുണ്ട്. ചെന്നിക്കുത്തിനെ ആയുർവേദം അർദ്ധാവഭേദകം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അർദ്ധാവഭേദകത്തിൽ, അതായത് മൈഗ്രെയിനിൽ പൊതുവെ പൂർവ്വരൂപങ്ങളായി ചില മൈഗ്രെയിൻ ഓറ എന്നൊരു അവസ്ഥാവിശേഷം ഉണ്ടാകാറുണ്ട്. ഇതിൽ വിഷ്വൽ ഹാലൂസിനേഷൻസും ഓൾഫാക്ടറി ഹാലൂസിനേഷൻസുമാണ് ഉണ്ടാവാറ്. വിഷ്വൽ ഹാലൂസിനേഷനിൽ ഡിപ്ലോപ്പിയ, അത് രണ്ടായി തോന്നുക, അതേപോലെ തന്നെ പുന്നീച്ച പറക്കുന്നത് പോലെ തോന്നുക, സിഗ്സാഗ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവുക, വീല് കറങ്ങുന്നത് പോലെ തോന്നുക, അതായത് ചില സാധനങ്ങൾ വ്യക്തമാവാത്തൊരവസ്ഥയും ഉണ്ടാവുക, വ്യക്തമായി കാണാത്തൊരവസ്ഥ ഉണ്ടാവുക, ഗന്ധങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഓൾഫാക്ടറി ഹാലൂസിനേഷനിലുണ്ടാവും. ഇതൊക്കെ മൈഗ്രെയിൻ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് പൂർവ്വരൂപങ്ങളായി കാണപ്പെടുന്ന ലക്ഷണങ്ങളാണ്. മൈഗ്രെയിൻ ഉണ്ടാകുന്നത് കൂടി വളരെ ചെറുതായിട്ടുള്ള തലവേദന തുടങ്ങി ശക്തിയായ തലവേദനയായി മാറും. കണ്ണിൻ്റെ പിറകുവശത്തും തുടങ്ങി കഴുത്തിലേക്കും കണ്ടത്തിലേക്കും തലയിലൊട്ടുക്കും റേഡിയേറ്റ് ചെയ്ത് ശക്തിയായ തലവേദനയാണ് സാധാരണ ഉണ്ടാവാറ്. ഛർദ്ദിക്കാൻ തോന്നും. അതുപോലെ തന്നെ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ആശ്വാസം അനുഭവപ്പെടും. സാധാരണ മാസത്തിൽ 1, 2, 3, 4 തവണ ആളുകൾക്ക് മൈഗ്രെയിൻ്റെ ഉപദ്രവം ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ചികിത്സകളൊന്നും ചെയ്തില്ലെങ്കിൽ 24 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം. തലവേദനയുടെ ചികിത്സ, ശിരോരോഗങ്ങളുടെ മൊത്തത്തിലുള്ള ചികിത്സയിൽ സാധാരണ ചികിത്സ പോലെ തന്നെ നിദാന പരിവർജനമാണ് പ്രധാന ചികിത്സ. നിദാന പരിവർജനം എന്നാൽ കാരണങ്ങളെ വർജിക്കലാണ്. ഇപ്പോൾ തലവേദന പുകവലി കൊണ്ടാണ് ഉണ്ടായതെങ്കിൽ പുകവലി വർജിക്കുക, മദ്യപാനം കൊണ്ടാണ് ഉണ്ടായതെങ്കിൽ മദ്യപാനം വർജിക്കുക, അതുപോലെ ഐസ്ക്രീം കഴിച്ചിട്ട് തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ആ തണുത്ത ഭക്ഷണങ്ങൾ വർജിക്കുക. ഇതുപോലെ കാരണങ്ങൾ വർദ്ധിച്ച് സാമാന്യമായ മറ്റു ചികിത്സകൾ, സ്വതന്ത്രമായ തലവേദനകളിൽ കറുത്ത ഗുളിക, കച്ചൂരാതിവട്ട് മുതലായവ നെറ്റിയിൽ വടിക്കുന്നതും, തൊട്ടാവാടി അരച്ച് സ്വല്പം ഉപ്പും ചേർത്ത് നെറ്റിയിൽ വടിക്കുന്നതും, അതുപോലെ തലയിൽ അസനവില്വാദി, അസനമഞ്ചിഷ്ടാദി, ബലാഹടാദി മുതലായ തൈലങ്ങൾ തേക്കുന്നതും, കച്ചൂരാദി ചൂർണം, പഞ്ചഗന്ധ ചൂർണം, രാസ്നാദി ചൂർണം മുതലായവ ചെറുനാരങ്ങ നീറ്റിലോ ആവണക്കിണയിലോ ചാലിച്ച് തളം വെക്കുന്നതും നല്ലതാണ്. വർഷക്കാലത്തുണ്ടാകുന്ന തലവേദനകളിൽ സാധാരണ വർഷ ഋതുചര്യ അനുഷ്ഠിക്കുന്നത് സഹായകരമാണ്. ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ താമസിക്കാതിരിക്കുക, ഉദാഹരണമായി എയർ കണ്ടീഷൻഡ് റൂം, അതുപോലെ തന്നെ തണുത്ത സാധനങ്ങൾ ധാരാളം കഴിക്കാതിരിക്കൽ, ചൂടുള്ള ഭക്ഷണം കഴിക്കുക, പകലുറങ്ങാണ്ടിരിക്കുക, ചുക്ക്, കൊത്തമല്ലി മുതലായവ തിളപ്പിച്ച് വെള്ളം കുടിക്കൽ, ചെറുതായിട്ടുള്ള വയറിളക്കൽ, ചെറിയ തോതിലുള്ള വയറിളക്കൽ, വളരെ അധികം ആവാൻ പാടില്ല. വാദത്തിൻ്റെ ഏറ്റവും കൂടുന്ന സമയമാണ് വർഷക്കാലം എന്ന്, അതുകൊണ്ട് ചെറുതായിട്ടുള്ള വയറിളക്കലാവാം, മൃദു ശോധനം എന്നിവ ചെയ്യുന്നത് നന്നായിരിക്കും. ദീർഘകാലാനുബന്ധത്വം ഉള്ള തലവേദനകളാണെങ്കിൽ നസ്യത്തിനും സിരാവേദം മുതലായ പഞ്ചകർമ്മങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ദീർഘകാലാനുബന്ധത്വമുള്ള തലവേദനകളിൽ ക്ഷീരബലം 101, അണുതൈലം, ഷഡ്ബിന്ദു തൈലം മുതലായ മരുന്നുകളെ കൊണ്ട് നസ്യം ചെയ്യുന്നതും, ചില പ്രത്യേക അവസ്ഥകളിൽ സൂര്യാവർത്തം പോലുള്ള അവസ്ഥകളിൽ സിരാവേദം മുതലായവ ചെയ്യുന്നതും നല്ലതാണ്. അകത്തേക്ക് വരണാദി കഷായം, പത്യാക്ഷതാതിരതി കഷായം, വരണാദി ഘൃതം, വിതാര്യാദി ഘൃതം എന്നിവ അവസ്ഥാനുസരണ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാം. അഭ്യംഗം, പിജു, ശിരോധാര, ശിരോവസ്തി മുതലായവ ചെയ്യുന്നതും നല്ലതാണ്.
അതിനായി അസനവില്വാദി തൈലം, അസനമഞ്ചിഷ്ടാദി തൈലം, ബലാഹടാദി തൈലം, ക്ഷീരബലാ തൈലം, ദാനന്തരം തൈലം മുതലായവ ഉപയോഗിക്കാം. ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന തലവേദനയിൽ പ്രധാനമായും മാനസിക പിരിമുറുക്കം കുറക്കാനുള്ള ചന്ദനാദി എണ്ണ, ദ്രാക്ഷാദി കഷായം, കല്യാണകം കഷായം, മാനസമിത്ര വടകം മുതലായവ ഉപയോഗിക്കുന്നത് നല്ലതാണ്. യോഗ, മെഡിറ്റേഷൻ മുതലായവയും ഈ അസുഖങ്ങളിൽ ഗുണം ചെയ്യും. രാത്രി അഗസ്ത്യ നക്ഷത്രം ഉദിക്കുന്ന സമയത്താണത്രേ അകത്തിപ്പൂക്കൾ വിരിയുക. അതാവാം ആ പേരിൻ്റെ പൊരുൾ. കേരളത്തിൽ അകത്തി അത്ര സുലഭമല്ല. വെയിൽ കൂടുതലുള്ള, മഴ കുറവുള്ള ഒരു തമിഴ്നാടൻ കാലാവസ്ഥയാണ് അതിന് ഏറെ ഇഷ്ടം. ചെറിയ പ്രായത്തിൽ തന്നെ കുലകളായിട്ട് പൂക്കളുണ്ടായി തുടങ്ങും. ആ പൂക്കൾ നമുക്ക് ചെറുതായി അരിഞ്ഞ് തോരൻ ഉണ്ടാക്കാൻ അത്യുത്തമമാണ്. ചെറിയ കായകളും ഇലകളും ഇതുപോലെ കറിയും തോരനും ഒക്കെ ഉണ്ടാക്കാൻ വളരെ വിശേഷമാണ്. ജീവകം എയുടെ ഒരു കലവറയാണിത്. അതുകൊണ്ട് പലവിധ നേത്രരോഗങ്ങൾക്കുമുള്ള ഒരു പ്രത്യൗഷധമായി അകത്തിയെ കണക്കാക്കാം. അകത്തിപ്പൂ ചതച്ച് നീരെടുത്ത് 1-2 തുള്ളി കണ്ണിലൊഴിക്കുന്നത് കാഴ്ചശക്തി കൂട്ടാനും നേത്രരോഗങ്ങൾ വരാതിരിക്കാനും നല്ലതാണ്. അകത്തിപ്പൂ ചാറ് പാലിൽ കലക്കി കഴിക്കുന്നത് വെള്ളപ്പോക്ക് ശമിപ്പിക്കും. അകത്തിയില നീര് നസ്യം ചെയ്താൽ ചുമ, അപസ്മാരം, തലവേദന എന്നിവയ്ക്കൊക്കെ ശമനമാണ്. മാലക്കണ്ണുള്ളവർ പതിവായി അകത്തിയില നെയ്യിൽ വറുത്ത് കഴിക്കാൻ നിർദ്ദേശിക്കപ്പെടുന്നു. അകത്തിക്കുരു പാലിൽ അരച്ച് പുരട്ടിയാൽ കുരുക്കൾ പെട്ടെന്ന് പഴുത്തു പൊട്ടും. വേരരച്ച് പുരട്ടിയാൽ നീര് വറ്റും. ഇങ്ങനെ അകത്തി നമുക്ക് പ്രിയപ്പെട്ടതാവാൻ കാരണങ്ങളേറെയുണ്ട്. തോട്ടത്തിൽ നല്ല വെയിൽ കൊള്ളുന്ന, വെള്ളക്കെട്ടില്ലാത്തൊരു സ്ഥലത്ത് വേണം അകത്തിത്തൈ നടാൻ. നമ്മുടെ തൊടിയിൽ 1-2 അകത്തിത്തൈകൾ നട്ടു കൊടുക്കുന്നത് വഴി പതിവായി നമുക്ക് ഉച്ചയൂണിന് അകത്തിപ്പൂ തോരനും ഇലക്കറിയും നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ കാഴ്ചശക്തിയോടുകൂടി ദീർഘകാലം നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. മാത്രമല്ല, ഏതാനും പൂക്കളെങ്കിലും പറിക്കാതെ നിർത്തി കഴിഞ്ഞാൽ പൂക്കൾ ക്രമേണ കായകളാവും. കായകൾ വിളഞ്ഞ് പഴുത്ത് ഉണങ്ങുന്ന സമയത്ത് പറിച്ചെടുത്ത് വിത്ത് മാറ്റി ഉണക്കി 1 വർഷം വരെ സൂക്ഷിച്ചു വയ്ക്കാം. ആ സമയത്തിനുള്ളിൽ നട്ട് മുളപ്പിച്ച് തൈകളുണ്ടാക്കി നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാം. നല്ലൊരു ഉപഹാരമായിട്ട് നമുക്കതിനെ കൊടുക്കാൻ സാധിക്കും.